ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 6 അധ്യായം 4 വാക്യം. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. നമ്മിൽ ദൈവിക സമാധാനമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ദുഷിച്ചു പോകുന്നത്. ദൈവിക സമാധാനം വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കണം. ആ വചനം വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയൻസ് 4 അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് ആകുലരാകാതെ ദൈവിക സമാധാനത്തിലും ആരോഗ്യത്തിലും ജീവിക്കണം എന്നതാണ് ഏറ്റവും നമ്മുടെ ആഗ്രഹം. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിന് ആദ്യം നമ്മുടെ ചിന്തകളിലും നാവിലും പ്രവൃത്തിയിലും വരുന്ന ചീത്ത ചിന്തകളെ, വികാരങ്ങളെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനുള്ള ആവേശം, ഇതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനായിട്ട് നമുക്ക് യാതൊരു റൈറ്റുമില്ല. ഈശോയുടെ തിരുരക്തത്താലെ കഴുകി വിശുദ്ധീകരിക്കുവാൻ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. അതൊരു പ്രാക്ടീസ് ആക്കണം. സങ്കീർത്തനം 91:14 വാഗ്ദാനം ചെയ്യുന്നു. ഈശോയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ജെറമിയ 1:5. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ വിശുദ്ധീകരിച്ച ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തോടു കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ആ നമ്മുടെ നാവിനെ കോപം, അസൂയ, പ്രതികാരം, അഹങ്കാരം, സ്വാർത്ഥത തുടങ്ങിയ മനോഭാവങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നമ്മൾ ഇത് കാണിക്കുന്നുണ്ട്. അത് നശിപ്പിച്ചു കളയണം. മറ്റുള്ളവരെ അല്ല, അത് നമ്മുടെ സമാധാനവും സന്തോഷവും ദൈവവുമായുള്ള ബന്ധവുമാണ് തകർക്കുന്നത്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്. നമ്മുടെ സമാധാനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മുടെ മനസ്സിൽ കുടികേറി നമ്മളെക്കൊണ്ട് എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അതായത്, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇതിലേ പോകുക. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതിലേ പോവുക. കർത്താവാണ് നമ്മുടെ വഴി കാട്ടിത്തരുന്നത്. യെശയ്യാ 52-ാം ചാപ്റ്ററിൽ പറയുന്നത് അതാണ്, കർത്താവ് മുന്നേ നടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് നമ്മൾ കുറയാം, ദൈവം വളരും, ഈശോ നമ്മളിലൂടെ വളരട്ടെ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് സാധിക്കും. ആമേൻ.